പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് ആരംഭിക്കാം. എൻ്റെ പേര് നിതീഷ്. ഞാൻ കണ്ണൂർ സ്വദേശിയാണ്. കഴിഞ്ഞ ഒരു 5 വർഷക്കാലമായി നെറ്റ്സർഫിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞൊരു 4 വർഷക്കാലമായി കേരള, കർണാടക, തമിഴ്നാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നെറ്റ്സർഫിന്റെ ജൈവവളങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിഞ്ഞ 24 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന, ഇന്ത്യയിൽ തന്നെ 24ലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിനും അതിന്റെ ഗുണങ്ങൾ മറ്റ് കർഷകരിലേക്ക് എത്തിക്കുന്നതിനും എനിക്ക് സാധിച്ചു എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. ആദ്യമായി തന്നെ നമുക്കറിയാം, ഇന്നെല്ലാം ലോകം മുഴുവൻ ജൈവ കൃഷിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ഇസ്രായേൽ പോലുള്ള രാഷ്ട്രങ്ങൾ ഇന്ന് ലോകത്തിലെ നമ്പർ 1 കാർഷിക ഉൽപാദന വിപണന കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രങ്ങളാവുന്നത് അവരൊക്കെ ഉപയോഗിക്കുന്ന ടെക്നോളജിക്കൽ മെത്തേഡിലൂടെയുള്ള ഒരു കൃഷി രീതിയെ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള പാരമ്പര്യമായി കിട്ടിയ ആ ഒരു അറിവിനെയാണ് ഇപ്പോഴും കാർഷിക മേഖലയിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടെക്നോളജിയെ വികസിപ്പിച്ചാൽ ടെക്നോളജിയെ ഉപയോഗിക്കുന്നവൻ വളരും, ടെക്നോളജിയെ ഉപയോഗിക്കുന്നവൻ തളരും എന്ന ആപ്തവാക്യമാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ കണ്ണൂരിൽ എനിക്കും മറ്റ് പല മേഖലകളിലുള്ള നമുക്കൊക്കെ ഇന്ന് സംവദിക്കാൻ വേണ്ടി സാധിക്കുന്നത് ടെക്നോളജി എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കിടയിലേക്ക് വന്നതുകൊണ്ടാണ്. ആ ഒരു ടെക്നോളജിയാണ് ഇന്ന് ഒരു ചെറിയ ബോട്ടിലുകളിലാക്കിയിട്ട് കാർഷിക മേഖലയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിനെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നവർ മറ്റൊന്നുമല്ല, നമുക്ക് ഈ മീറ്റിംഗ് അവസാനിക്കുന്നവരെ നിങ്ങൾ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഇതിൽ ഉപയോഗിച്ച വ്യക്തികൾ ഉണ്ടാവാം, അവരോട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം. അതുപോലെ തന്നെ ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ മറ്റ് ആരുടെ അനുഭവത്തിനപ്പുറം നമ്മുടെ സ്വന്തം അനുഭവങ്ങൾ മാത്രമാണ്. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 5 വർഷം തുടർച്ചയായിട്ട് ഒറ്റ വളങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന കർഷകരോട് ഞാൻ ആദ്യം ഒരു ചോദ്യം ഇടുകയാണ്. നിങ്ങൾ എല്ലാ വർഷവും ഒരേ വളപ്രയോഗമാണോ സസ്യത്തിന് കൊടുക്കാറ്? അല്ലെങ്കിൽ നാളെ ഇതുവരെ കൊടുത്തിരിക്കുന്ന വളപ്രയോഗത്തിൽ നിന്ന് നമുക്ക് തുടർച്ചയായിട്ട് നല്ല ഈൽഡാണോ ലഭിക്കുന്നത്? സസ്യം നല്ല ആരോഗ്യകരമായിട്ടാണോ നിൽക്കുന്നത്? അത് രണ്ടുമല്ല എന്ന ഒരു ഉത്തരം നമുക്ക് വരുന്നു. 100% നമുക്ക് പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടി പറ്റും. കാരണം ഇന്ന് സസ്യത്തിന് വളരെയധികം രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ സസ്യത്തിന് നിരവധിയായിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നു, പക്ഷെ അതിലൂടെയെല്ലാം നിരവധിയായിട്ടുള്ള രോഗങ്ങൾ സസ്യത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. കുറഞ്ഞ ഈൽഡ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, ചെലവ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിനെയൊക്കെ നമ്മുടെ സസ്യത്തിന്റെ ആരോഗ്യസ്ഥിതിയെ മെച്ചപ്പെടുത്തിക്കൊണ്ട് അതിനെയൊക്കെ മാറ്റം വരുത്തുവാൻ വേണ്ടി സാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു നന്മയാണ് എന്ന് ഞാൻ കരുതുകയാണ്. അത് ജൈവ രീതിയിൽ. കാരണം നമ്മൾ രാസവളം കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പ്രക്രിയയിലല്ലാതെ ജൈവ രീതിയിൽ സസ്യം മണ്ണിനെ തിരിച്ചെടുത്തുകൊണ്ട്, അല്ലെ, ഈ മണ്ണ് മരിക്കുമ്പോഴാണ് സസ്യം മരിക്കുന്നത്, അല്ലെങ്കിൽ സസ്യത്തിന് രോഗത്തിലൂടെ പലതരത്തിലുള്ള രോഗങ്ങളിലൂടെ നമ്മളിലേക്ക് പ്രതിപാദിക്കുന്നത് ഈ മണ്ണ് മരിച്ചു കഴിയുമ്പോഴാണ്. മനുഷ്യൻ മരിച്ചാൽ മണ്ണിലേക്ക്, മണ്ണ് മരിച്ചാൽ എങ്ങോട്ട് എന്നൊരു ചോദ്യം നമ്മുടെ മണ്ണിലേക്ക് ഇടാനാണ്. അത്തരത്തിൽ മണ്ണിനെ തിരിച്ചെടുത്തുകൊണ്ട് സസ്യത്തിന്റെ ആരോഗ്യശേഷിയെ തിരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ 24 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന, ഇന്ത്യയിലെ 24 സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന 886ലധികം ജില്ലകളിൽ 180ലധികം സ്റ്റോക്ക് പോയിന്റുകളുമായി മുന്നേറുന്ന ഒരു കമ്പനിയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ മാത്രമല്ല, കർണാടകയിൽ മാത്രമല്ല, ഇന്ത്യയിൽ 24ലധികം സംസ്ഥാനങ്ങളിൽ ജൈവ കൃഷിയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി 2001 സുജിത് ജെയിൻ എന്ന് പറയുന്ന ഒരു ചെറിയ 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആരംഭിച്ചതാണ് നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനം ഇന്ന് പടർന്നു പന്തലിച്ച് ജൈവ കൃഷിയെ പരിപോഷിപ്പിച്ചുകൊണ്ട് കൃഷിയിൽ നൂതന ആശയങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ ഞാൻ പറയുമ്പോഴും നിങ്ങൾക്ക് ഇന്ന് വിരൽത്തുമ്പിലാണ് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഇപ്പോൾ സമയമുള്ളത് 8:11 നമുക്ക് 8:30 നമ്മുടെ പ്രൊഡക്റ്റിന്റെ നോളജ് വൈൻഡപ്പ് ചെയ്യണം. 8:40 നമുക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രതിപാദിച്ചുകൊണ്ട് 8:40 നമുക്ക് ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സഹകരിക്കുക. നമുക്ക് വളരെ കാർഷിക മേഖലയിൽ നൂതനമായിട്ട് വളരെയധികം വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പൂർണ്ണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുമ്പോഴാണ് അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആദ്യമായി തന്നെ നമുക്ക് ഞാനൊരു 3 പിക്ചർ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കുകയാണ്. ഈ പിക്ചർ മറ്റൊന്നുമല്ല, അംബാസഡർ കാർ, നോക്കിയ മൊബൈൽ, കൊഡാക്ക് എന്ന് പറയുന്ന ഒരു കാലത്ത് മാർക്കറ്റ് അടക്കി വാണിരുന്നതും ഇന്ന് മാർക്കറ്റ് ഇല്ലാതിരിക്കുന്നതുമായ 3
ഉൽപ്പന്നങ്ങളെയാണ് ഞാൻ ഇന്ന് കാണിച്ചിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 3 ഉൽപ്പന്നങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ ഇന്ന് ഇട്ട് തന്നിരിക്കുന്നത്. കാരണം ടെക്നോളജി വന്നു കഴിഞ്ഞപ്പോൾ ആ ടെക്നോളജിയെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവാതിരുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഈ 3 ഉൽപ്പന്നങ്ങളും നമ്മുടെ മാർക്കറ്റിൽ നിന്നും അപ്രത്യക്ഷമായത് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഒരുപക്ഷെ മാർക്കറ്റിന്റെ 80% കൈവാണിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നോക്കിയ മൊബൈൽ എന്ന് പറയുന്നത്. പണ്ടൊക്കെ നോക്കിയ മൊബൈൽ മാത്രമാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ആ നോക്കിയ എന്ന് പറയുന്ന മൊബൈൽ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി. ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞപ്പോൾ അത് ഏറ്റുവാങ്ങാതെ ആ ആൻഡ്രോയിഡിന് പകരം നോക്കിയ എന്ന് പറയുന്ന 80-ലധികം കസ്റ്റമേഴ്സ് ഉള്ള ആ സ്ഥാപനം എന്തിന് നമ്മൾ ആൻഡ്രോയിഡ് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ നോക്കിയ ഇന്ന് മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായപ്പോൾ വരുന്ന ടെക്നോളജിയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ ടെക്നോളജിയെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കാം. നമ്മുടെ കമ്പനി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്. ഒരു പ്രത്യേക ഒരു കമ്പനി മാത്രമല്ല. അജയ് ബയോടെക് എന്ന് പറയുന്ന 1990-ൽ സ്ഥാപിതമായ കമ്പനിയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. നെറ്റ്സർഫ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു കമ്പനി, നെറ്റ്സർഫ് റിസർച്ച് ലാബ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഏഷ്യയിൽ തന്നെ നമ്പർ 1 മെഡിക്കൽ ലാബായ മൈ ലാബ് എന്ന് പറയുന്ന ഒരു കമ്പനി, നെറ്റ്സർഫ് ഡയറി, വൂഹു ഡയറി ഫുഡ് ആൻഡ് ബീവറേജ് എന്ന് പറയുന്ന കമ്പനി, ഗ്രിൻ, നെറ്റ്സർഫ് ഡയറക്ട് സെല്ലിംഗ്, ഒരിടനിലക്കാരുമില്ലാതെ കർഷകരിലേക്ക് പൂർണ്ണമായ ഡിസ്കൗണ്ട് തരത്തിൽ പ്രൊഡക്റ്റുകൾ എത്തിക്കുന്ന, ഉൽപ്പന്നങ്ങൾ എത്തിച്ചു നൽകുന്ന നെറ്റ്സർഫ് ഡയറക്ട് എന്ന്, അതുപോലെ നെറ്റ്സർഫ് US എന്ന് പറയുന്ന 8 ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അടങ്ങിയതാണ് നമ്മുടെ നെറ്റ്സർഫ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നെറ്റ്സർഫ് റിസർച്ച് ലാബ് എന്ന് പറയുന്നത്. ഓരോ ഉൽപ്പന്നങ്ങളും റിസർച്ച് ലാബിലൂടെ പരിശോധിച്ച് ഗുണപ്രദമായി തെളിയിച്ചതിന് ശേഷമാണ് ഓരോ കർഷകരിലേക്കും ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ആ ഉൽപ്പന്നങ്ങളെ പൂർണ്ണമായിട്ടും നമുക്ക് ഗ്യാരണ്ടിയോട് ഉപയോഗിക്കാം എന്നതുകൊണ്ടാണ് ഇന്ത്യയിലെ തന്നെ ടോപ്പ് മീഡിയാസ് എല്ലാം തന്നെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളെ കർഷകരിലേക്ക് എത്തിക്കുന്നത്. പോപ്സ് മീഡിയ ആയിക്കോട്ടെ, ടൈംസ് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, ഇന്ത്യൻ എക്സ്പ്രസ് ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മണി കൺട്രോൾ ആയിക്കോട്ടെ, ഹിന്ദുസ്ഥാൻ ടൈംസ് ആയിക്കോട്ടെ, സക്കായി ആയിക്കോട്ടെ, ഫസ്റ്റ് പോസ്റ്റ് തുടങ്ങിയവ എല്ലാ ഇന്ത്യയിലെ ടോപ്പ് മീഡിയാസ് എല്ലാം തന്നെ ഇന്ന് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളെ കർഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഉൽപ്പന്നത്തിന്റെ ക്രെഡിബിലിറ്റി ആണ്. ഏകദേശം 10 മില്യണിലധികം വരുന്ന ഉപഭോക്താക്കൾ ഉപയോഗിച്ച് തെളിയിക്കപ്പെട്ട് സാക്ഷ്യപ്പെടുത്തിയ ഉൽപ്പന്നങ്ങളെയാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതിൽ വരുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഉൽപ്പന്നങ്ങളെയാണ് കുപ്പിയിൽ പലതരത്തിലുള്ള നിറങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. കാരണം നമുക്കറിയാൻ വേണ്ടി സാധിക്കും ഇന്ന് ഖരാവസ്ഥയിലുള്ള ഒരു വളപ്രയോഗത്തിൽ നിന്ന് മാറി ദ്രാവകാവസ്ഥയിലുള്ള ഒരു വളപ്രയോഗം എത്തിക്കഴിഞ്ഞപ്പോൾ കൈകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയി 100 ഏക്കറിലധികമോ 200 ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്ക് വളപ്രയോഗം ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കുന്ന തരത്തിൽ 25% മുതൽ 40% വരെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് 25% മുതൽ 50% വരെ വിളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യ നാനോ ബയോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് 100% ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാം. ഞാൻ ആദ്യമായി തന്നെ നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി തരികയാണ്. നിങ്ങൾക്ക് ഉപയോഗിച്ച് ഗുണങ്ങൾ മനസ്സിലാക്കിയില്ല, ഗുണങ്ങളില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് ഞാൻ തിരിച്ചു തരാൻ ബാധ്യസ്ഥനാണ്. ഞാൻ കണ്ണൂരാണ്, കണ്ണൂർ പയ്യന്നൂർ ചെറുപുഴ സ്വദേശിയാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഞാൻ തരുന്നതാണ്. കാരണം അത്രയ്ക്കും ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാം. കഴിഞ്ഞ 5 വർഷക്കാലമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ 4 വർഷക്കാലമായി ഉപയോഗിക്കുന്ന കസ്റ്റമർ എനിക്കുണ്ടെങ്കിൽ, 3 വർഷവും 2 വർഷവും 1 വർഷവും ഇപ്പോൾ തുടങ്ങിയതുമായിട്ടുള്ള കർഷകർ എനിക്ക് കസ്റ്റമർ ആയിട്ടുണ്ടെങ്കിൽ അത് ഗുണങ്ങൾ ലഭിച്ചത് കൊണ്ട് മാത്രമാണ്. ഓരോ വിളകൾക്കും ആ വിളകളുടെയൊക്കെ ഡീറ്റെയിൽസ്, റിസൾട്ടും കർഷകരുടെ അനുഭവങ്ങളും അല്ലെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങള് പിന്നെ ഉപയോഗിച്ച് ബയോഫിറ്റ് അഗ്രി കെയർ പ്രോഡക്ട്സ് അപ്രൂവ്ഡ് ഫോർ ഓർഗാനിക് അഗ്രികൾച്ചർ ആണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ DSIR അംഗീകാരത്തോട് പ്രവർത്തിക്കുന്നു. ഓർഗാനിക് അഗ്രികൾച്ചർ ബയോ മാനുഫാക്ചർ അജയ് ബയോടെക് അപ്രൂവ്ഡ് ബൈ ഇക്കോസെറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇക്കോസെറ്റ് ഇൻപുട്സ് എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക സംഘടനയായ ഇക്കോസെറ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് പ്രൊഡക്ട്സ് ആണ്. 100% നാച്ചുറൽ ആണ്. ISO സർട്ടിഫൈഡ് കമ്പനിയാണ്. GMBA ആണ്. ഗവൺമെന്റ് അപ്രൂവ്ഡ് കമ്പനിയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ മുഴുവൻ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ 100% നാച്ചുറൽ ഹെർബൽ ആൻഡ് ആയുർവേദിക് പ്രൊഡക്ട്സ് ആണ്. ഒരു പാർശ്വഫലങ്ങളും ഇല്ലാതെ, മനുഷ്യനോ മണ്ണിനോ ജീവജാലങ്ങൾക്കോ ഒരു പാർശ്വഫലങ്ങളും ഇല്ലാതെ 100% ജൈവമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും.
നമുക്കറിയാം വാവ സുരേഷ് പാമ്പ് കടിയേറ്റിയ ഒരു രംഗം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവസാനമായി മൂർഖൻ പാമ്പ് കടിയേറ്റത്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ വീഡിയോ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും, വാവ സുരേഷിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു ചാക്കിലേക്ക്, സഞ്ചിയിലേക്ക് പാമ്പിനെ കയറ്റുവാൻ വേണ്ടി നോക്കിയപ്പോൾ ആ പാമ്പ് തിരിച്ചു വന്ന് 3-4 തവണ തിരിച്ചു വന്ന് കൊത്തുവാണ് ഉണ്ടായത്. കാരണം ആ ചാക്കിലുണ്ടായിരുന്ന പൊട്ടാഷിന്റെ അംശമാണ് അത്രയ്ക്കും നമ്മുടെ ജീവജാലങ്ങൾക്ക്, മണ്ണിലുള്ള സൂക്ഷ്മജീവികൾക്ക് ഹാനികരമായ ഒരു സംവിധാനമാണ് രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് ചാണകം ഉപയോഗിക്കുമ്പോൾ, കോഴിവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ഇവയൊക്കെ കുമ്മായം ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ ഇന്ന് സംഭവിക്കുന്നത് നമ്മുടെ സസ്യങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ, പ്രതിരോധ ശേഷിയെ മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയയാണ് മണ്ണിൽ നടക്കുന്നത്. സൂക്ഷ്മജീവികളുടെ നശീകരണമാണ്. ചെറുപാറ്റകളും ചെറുതവളകളും ചെറുപ്രാണികളും നഷ്ടപ്പെടുകയാണ്. മണ്ണിരകൾ നഷ്ടപ്പെടുകയാണ്. അവയൊക്കെ തിരിച്ചെടുക്കാൻ നമുക്ക് ഈ ഉൽപ്പന്നങ്ങളോട് സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു സസ്യത്തിന്റെ ഫുഡ് സ്വീകരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫുഡ് സ്വീകരിക്കുന്നത് ലൈറ്റ് എനർജിയിലൂടെയും ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഷുഗർ, വിറ്റമിൻസ്, മിനറൽസ്, വാട്ടറിലൂടെയും ഒക്കെയാണ് ഒരു സസ്യത്തിന്റെ ഫുഡ് സ്വീകരിക്കുന്നത്. ഞാൻ എപ്പോഴും കർഷകരോട് പറയാറുണ്ട്, നമ്മളൊരു സസ്യത്തെ കാണുന്നത് ഒരു മനുഷ്യനെ പോലെ ആയിരിക്കണം എന്നുള്ളതാണ്. ഒരു മനുഷ്യന് വേണ്ടത് എന്തൊക്കെ ഘടകങ്ങളാണോ ആ ഘടകങ്ങളൊക്കെ നമ്മുടെ സസ്യങ്ങൾക്കും ആവശ്യമാണ്. അത് ഇന്ത്യയിലായിക്കോട്ടെ, അങ്ങ് കാനഡയിലായിക്കോട്ടെ, അങ്ങ് അമേരിക്കയിലായിക്കോട്ടെ, അങ്ങ് UK-യിലായിക്കോട്ടെ, അവിടെയുള്ള സസ്യങ്ങൾക്കും അവിടെയുള്ള ഓരോ ക്രോപ്പിനും വേണ്ടത് ഓരോ ഓരോ സസ്യത്തിനും ഒരേ തരത്തിലുള്ള ന്യൂട്രിയൻസും അതിന്റെ ഘടകങ്ങളുമാണ് വേണ്ടത്. മനുഷ്യർക്കുള്ളത് പോലെ തന്നെ, മൃഗങ്ങൾക്കുള്ളത് പോലെ തന്നെ, അവയെ പോലെ നമ്മൾ ഒരു സസ്യത്തെ കണ്ടു കഴിഞ്ഞാൽ, അവയ്ക്ക് വേണ്ട രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സസ്യം നമ്മൾക്ക് ഇങ്ങോട്ട് തിരിച്ച് ലഭിക്കും, നമുക്ക് തിരിച്ചു നൽകും എന്നുള്ളത്. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ് പറയുന്നത്. ഓരോ സസ്യത്തെയും നമ്മൾ, കൃഷി തകർന്നു എന്ന് പറയുമ്പോഴും, മറ്റ് കൃഷിയിൽ നിന്ന് വരുമാനമില്ല എന്ന് പറയുമ്പോഴും, നമ്മൾ ആ കാർഷിക മേഖലയിലെ വരുമാനങ്ങൾ ഒന്ന് ഒത്തുനോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കൃഷി എന്നും ലാഭകരമായിട്ടേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന, നമ്മൾ കൊടുക്കുന്ന, നമ്മൾ നൽകുന്ന വളങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വളങ്ങളിലൂടെ ഭീമമായ ഒരു തുക നമുക്ക് നഷ്ടം വരുന്നു. ലേബർ കോസ്റ്റിലൂടെ ഭീമമായ ഒരു തുക നഷ്ടം വരുന്നു. അവയൊക്കെ നമുക്ക് പരിഹരിക്കാം. ഉദാഹരണത്തിന് ഒരു ചാക്ക് പൊട്ടാഷ് മേടിക്കാൻ ഇന്ന് 1800 രൂപ വേണം 50 കിലോന്റെ പൊട്ടാഷ് മേടിക്കാൻ. 2 ചാക്ക് എന്ന് പറയുമ്പോൾ 3600 രൂപ പൊട്ടാഷിന് മാത്രം വരും. പൊട്ടാഷ് മാത്രം കൊടുത്താൽ പോരാ, നമുക്ക് മറ്റു തരത്തിലുള്ള മൂലകങ്ങളും മറ്റു തരത്തിലുള്ള വളങ്ങളും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അവയൊന്നും കൊടുക്കാതെ നമുക്ക് വെറും ഒരു 4695 രൂപയ്ക്ക് ഒരു കുടക്കീഴിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജി ആയ ഉൽപ്പന്നങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സസ്യത്തിന്റെ ഇമ്പോർട്ടന്റ് ഘടകങ്ങളാണ് പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളത്. സൺലൈറ്റ്, വാട്ടർ, എയർ, കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ്, മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്, പ്ലാന്റ് ഹോർമോൺസ്, PGRs, ബയോസ്റ്റിമുലൻസ്, ഇവയൊക്കെ അടങ്ങിയതാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ. അതോടൊപ്പം തന്നെ സസ്യത്തിന് ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രോബ്ലംസിന് പരിഹാരമായി പ്ലാന്റ് ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു, വിൽട്ടിങ്, യെല്ലോയിങ്, അല്ലെ, ഇന്ന് കരിച്ചിൽ ഉണ്ടാകുന്നു, മഞ്ഞളിപ്പ് ഉണ്ടാകുന്നു, മറ്റു രീതിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നു, റൂട്ടിന്റെ അഭാവം ഉണ്ടാകുന്നു. അവയൊക്കെ വീണ്ടെടുക്കാൻ സാധിക്കുന്നു. ഇൻസെക്ടിന്റെയും പെസ്റ്റിന്റെയും അറ്റാക്കിനൂടെ, അതായത് സക്കിംഗ് പെസ്റ്റ്, കാറ്റർപില്ലറിന്റെയും റൂട്ട് പെസ്റ്റിന്റെ ഒക്കെ അറ്റാക്കിങ് നമുക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടി സാധിക്കുന്നു. ഡിസീസ്, വൈറസിന്റെയും ഫംഗലിന്റെയും ബാക്ടീരിയ ഡിസീസ് തന്നെ മാറ്റം വരുത്തുവാൻ വേണ്ടി സാധിക്കുന്നു. ഓവർ ഡോസസിലൂടെ ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ പരിഹരിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജി. ഞാൻ പറയാൻ വേണ്ടി കാരണം, അതിചൂട് കാലത്തും ഉഷ്ണകാലത്ത്, ഉഷ്ണതരംഗം കഴിഞ്ഞ തവണ വന്നപ്പോഴും, അതിതീവ്രമായ മഴ ഇത്തവണ വന്നു കഴിഞ്ഞപ്പോഴും, പൂക്കൃഷി ആയിക്കോട്ടെ, നെൽകൃഷി ആയിക്കോട്ടെ, കവുങ്ങായിക്കോട്ടെ, തെങ്ങായിക്കോട്ടെ, ജാതി ആയിക്കോട്ടെ, ഏലമായിക്കോട്ടെ, അവയൊക്കെ അതിന്റെയൊക്കെ ആരോഗ്യത്തെ പ്രതിദാനം ചെയ്ത് പച്ചപ്പിനെ പിടിച്ചു നിർത്തി കൂടുതൽ വിളവിലേക്ക്, കർഷകരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, ആദ്യത്തെ ഘടകം നമ്മൾ സസ്യത്തിന് ഈ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേണ്ട ആദ്യത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് പ്ലാന്റ് ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി. അതായത് പ്ലാന്റ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്, ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ന്യൂട്രിയൻസിനെ 3 ആയി തരംതിരിച്ചിരിക്കുന്നു: പ്രധാന, ഉപപ്രധാന, സൂക്ഷ്മ മൂലകങ്ങൾ എന്നിങ്ങനെ. അതിൽ വരുന്ന പ്രധാന മൂലകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. ഉപപ്രധാന മൂലകങ്ങളായിട്ട് വരുന്നതാണ് മഗ്നീഷ്യം, കാൽസ്യം, സൾഫർ. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് ആണ്, സൂക്ഷ്മ മൂലകങ്ങളാണ് അയൺ, മാംഗനീസ്, ബോറോൺ, സിങ്ക്, കോപ്പർ, ക്ലോറിൻ, നിക്കൽ, മോളിബിഡിനം തുടങ്ങിയവ. ഇങ്ങനെ വരുന്ന 14ലധികം വരുന്ന എസെൻഷ്യൽ പ്ലാന്റ് ന്യൂട്രിയൻസ് ആണ് സസ്യത്തിന്റെ ആരോഗ്യത്തെ പിടിച്ചു നിർത്തി കൂടുതൽ വിളവിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിൽ ആ 14 മൂലകങ്ങളെയും അടങ്ങിയിരിക്കുന്ന ഒരു ദ്രാവക രൂപത്തിലുള്ള നാനോ ടെക്നോളജിയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ആദ്യമായി തന്നെ നമുക്ക് നോക്കാം NPK. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ പറഞ്ഞ യൂറിയ, മഷൂറി, പൊട്ടാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. എന്താണ് NPK?
NPK എന്ന് പറയുമ്പോൾ രാസവളമായി ഖരാവസ്ഥയിലുള്ള വളങ്ങൾ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ മനുഷ്യന് ഹാനികരമാകുന്നു, മണ്ണിന് ഹാനികരമാകുന്നു, മണ്ണിരകൾ നശിച്ചു പോകുന്നു, സൂക്ഷ്മജീവികൾ നശിച്ചു പോകുന്നു. ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുന്നതിന് തുല്യമാണ് രാസവളങ്ങൾ കൊടുക്കുക എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം കൃത്രിമമായി ശ്വാസം കൊടുക്കുകയാണ്. കൃത്രിമമായി ശ്വാസം കൊടുത്തു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു സമയം കഴിയുമ്പോൾ, പരിധി കഴിയുമ്പോൾ ആ ശ്വാസം നിലയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മനുഷ്യൻ മരിക്കുന്നു, മണ്ണ് മരിക്കുന്നു. ആ മണ്ണിനെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി, മണ്ണിന് ആവശ്യമായ മൂലകങ്ങളെ കൃത്യമായിട്ടുള്ള അളവിൽ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ NPK സാധിക്കുന്നു. തികച്ചും നാച്ചുറലായി 78% നൈട്രജൻ ഉള്ള അന്തരീക്ഷത്തിൽ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ബാക്ടീരിയൽ ത്രൂ നമ്മുടെ സസ്യത്തിന് ആവശ്യമായ നൈട്രജൻ എത്തിച്ചു കൊടുക്കുവാൻ, നൈട്രേറ്റ് ആക്കി മാറ്റുവാനുള്ള അസറ്റോബാക്ടർ ബാക്ടീരിയകളും പൊട്ടാസോളിസിബിലിയം ബാക്ടീരിയകളും ഫോസ്ഫറസോളിസിബിലിയം ബാക്ടീരിയകളും അടങ്ങിയ അതിനൂതന നാനോ ടെക്നോളജിയാണ് ഇന്ന് മാർക്കറ്റിൽ നിരവധിയായിട്ടുള്ള. എനിക്ക് പലപ്പോഴും പല ആൾക്കാരും നമ്മുടെ ഉൽപ്പന്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വേറെ ഉൽപ്പന്നങ്ങളെന്നും നമുക്ക് പറയാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും കർഷകരോട് പറയാറുള്ളൂ, നിങ്ങൾ പലതരത്തിലുള്ള വളപ്രയോഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്, നല്ലതിനെ തിരഞ്ഞെടുക്കുക. നിങ്ങൾ മറ്റ് വളപ്രയോഗങ്ങൾ, ഏത് വളങ്ങളും നിങ്ങളുടെ തോട്ടത്തിന്റെ ഒരു ഭാഗത്ത് ചെയ്തോളൂ, ഒരു ഭാഗത്ത് നമ്മുടെ നെറ്റ്സർഫിന്റെ ലിക്വിഡ് ആയിട്ടുള്ള ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ ചെയ്തു നോക്കിക്കോളൂ. എന്താണ് ഗുണങ്ങൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഉപയോഗിച്ചേ മതിയാകുള്ളൂ. ഉപയോഗിക്കാതെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കില്ല. കാരണം നീന്തൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ കുളത്തിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ സാധിക്കുള്ളൂ, അല്ലാതെ തിയറിറ്റിക്കലായിട്ട് നമുക്ക് പഠിക്കുവാൻ വേണ്ടി സാധിക്കില്ല. ഡ്രൈവിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിലെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാൽ മാത്രമേ ആവുള്ളൂ, അല്ലാതെ നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കുവാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ തോട്ടങ്ങളിലേക്ക് ഒരു ഭാഗത്തെങ്കിലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നോക്കൂ, നിങ്ങൾക്ക് അതിന്റെ ഗുണനിലവാരം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ വരുന്നതാണ് നമ്മുടെ NPK എന്ന് പറയുന്നത്. രണ്ടാമത്തെ അതിപ്രധാനമായ ഘടകത്തിൽ ഒന്നാണ് ഷേത്ത്, സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി. ആ പേരിൽ തന്നെ ഉണ്ട്. നമ്മുടെ മണ്ണിന്റെ ഘടനയെ മാറ്റി മണ്ണിരകളെ പ്രോത്സാഹിപ്പിച്ച് മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട 5 ടൺ കാലിവളത്തിന് അനുസൃതമായ മിശ്രിതത്തിന് തുല്യമായ 11ലധികം സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. ലോഡഡ് വിത്ത് ബയോ സ്റ്റിമുലൻസ് ആണ്, ന്യൂട്രിയൻസ് അവൈലബിൾ ആണ് ഇതിൽ, കോമ്പറ്റീറ്റബിൾ വിത്ത് ബയോഫിറ്റ് പ്രൊഡക്ഷൻ, കോമ്പറ്റീറ്റബിൾ ആണ് മറ്റു പ്രൊഡക്ഷനെ അപേക്ഷിച്ച്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100% മണ്ണിരകൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ മണ്ണിരകൾ ഉണ്ടാകും. നിങ്ങൾക്കത് ഉപയോഗിച്ച് രണ്ടാമത്തെ തവണ ഉപയോഗിക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾക്ക് മണ്ണിന്റെ വ്യത്യാസങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡെവലപ്സ് നാച്ചുറൽ ഡിഫൻസ് സിസ്റ്റം എന്ന്. എന്താണ് ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്? മനുഷ്യനുള്ളതുപോലെ തന്നെ മൃഗങ്ങൾക്കുള്ളതുപോലെ സസ്യങ്ങൾക്കും പ്രതിരോധ ശേഷികളുണ്ട്. നമുക്ക് കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അറിയാം, കൊറോണ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ വ്യക്തികളെയാണ്. ഈ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടി നമ്മുടെ കൂടുതലുള്ള പ്രതിരോധ ശേഷി കൂടുതലുള്ള മനുഷ്യർക്ക് രോഗബാധിതർ ഏറ്റവർ കുറവാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മണ്ണ് മരിച്ചു കഴിഞ്ഞപ്പോൾ മണ്ണിനുണ്ടാകുന്ന പ്രോബ്ലംസിലൂടെ സസ്യത്തിന്റെ പ്രതിരോധ ശേഷിയെ കൂടെ അത് ബാധിക്കുന്നു, അതിലൂടെ കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതിനെയൊക്കെ മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ടുള്ള അതിനൂതന സാങ്കേതിക വിദ്യയാണ് നമ്മുടെ ഷേത്ത് എന്ന് പറയുന്ന ഉൽപ്പന്നത്തിലുള്ളത്. വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തതാണ് നമ്മുടെ വളപ്രയോഗം, സൂക്ഷ്മമൂലകങ്ങളുടെ ഉപയോഗം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ഷേത്ത് എന്ന് പറയുന്നത്. അതിപ്രധാനമായ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഗ്രോത്ത് പ്രൊമോട്ടർ ആണ്. PGR, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് സ്റ്റിം റിച്ച്. ഒരു സസ്യത്തിനെ റിച്ച് ആക്കുവാൻ വേണ്ടിയിട്ടുള്ള റൂട്ട് മുതൽ വേര് മുതൽ കായയുടെ സൈസിനെ വരെ സ്വാധീനിക്കുന്ന, അതിന്റെ പച്ചപ്പിനെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട CVD എക്സ്ട്രാക്റ്റിന്റെയും പൾവിക് ഹ്യൂമിക് ആസിഡിന്റെയും ഒരു മിശ്രിതമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുന്നു, സസ്യത്തിന്റെ കാണ്ഡത്തിന്റെ കരുത്തിനെ വർദ്ധിപ്പിക്കുന്നു, ഇലകളുടെ സൈസിനെ വർദ്ധിപ്പിക്കുന്നു, ഫോട്ടോസിന്തസിസ് അടക്കമുള്ളത് കൃത്യമായി നടത്തുന്നു. ഒരേ സമയം പുഷ്പിക്കാനും പുഷ്പത്തെ കൃത്യമായി നിലനിർത്തുവാനും ഫസ്റ്റ് ക്വാളിറ്റി കായ തരുവാനും നമുക്ക് സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. ഈ 5 ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ വളപ്രയോഗത്തിലൂടെ ഉപയോഗിക്കുന്നത്. സ്റ്റിം റിച്ച് ഉപയോഗിക്കുമ്പോൾ കമ്പനി പറയുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജെർമിനേഷൻ മുതലുള്ള ഘടകങ്ങളിലൂടെ എന്ത് മാറ്റങ്ങളാണ് വരുന്നത് നമുക്ക് നോക്കാം. സ്റ്റിം റിച്ചിലൂടെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരുന്ന ജെർമിനേഷൻ 90 to 92% വരെ സീഡ് വിത്ത് മുളയ്ക്കുന്നതിന് വേണ്ടി സാധിക്കുന്നു. വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുന്നു, ലീഫിന്റെ സ്റ്റേജിനെ വർദ്ധിപ്പിക്കുന്നു, പച്ചപ്പിനെ കരുത്തേക്കുന്നു. അതുപോലെ തന്നെ മറ്റ് മൂലകങ്ങളുടെ അഭാവത്തെ കുറക്കുന്നു, വേരുകള് പെട്ടെന്ന് വൈറ്റ് റൂട്ട്സ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പോഷകാഹാരങ്ങൾ സസ്യത്തിന് എത്തിച്ചു കൊടുക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം അതിലൂടെ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെയാണ് വെജിറ്റേറ്റീവ് ഗ്രോത്തിന്റെ ഒരേ സമയം വൈറ്റ് റൂട്ട്സ് നമുക്ക് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഫ്ലവറിംഗ് സ്റ്റേജ് ഒരേ സമയത്ത് പുഷ്പിക്കുന്നു, പുഷ്പത്തിനെല്ലാം ഒരേ ക്വാളിറ്റി, അതുപോലെ തന്നെ ഈൽഡ് വരുമ്പോൾ ഒരേ ക്വാളിറ്റിയിൽ ഈൽഡ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഉപയോഗിക്കാത്തത് ഈ സ്ക്രീനിന്റെ ഇടതുവശത്താണ് നമ്മൾ കണ്ടത്.
അത്രയ്ക്കുമാണ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ. ഇത് ഉപയോഗിച്ച വ്യക്തികൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടാകുമ്പോൾ, ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച വ്യക്തികൾ ഇതിലൂടെ ഉണ്ടാകുമ്പോൾ അതിന്റെ ഗുണങ്ങൾ എങ്ങനെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മണ്ടരി മാറി 600-700 ഗ്രാമുള്ള ഒരു തേങ്ങ ലഭിച്ച് 45 ദിവസം കൂടുമ്പോൾ തേങ്ങ പറിക്കുന്ന ജോസഫ് മാഷ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണിത്. 1 കിൻഡൽ അടക്കയിൽ നിന്നും 2 കിൻഡലിലേക്ക് അടക്ക എത്തിയ ടോമി സാർ ഉപയോഗിക്കുന്ന ഉൽപ്പന്നമാണ് നെറ്റ്സർഫിന്റെ വളപ്രയോഗം എന്ന് പറയുന്നത്. ഏകദേശം ആദ്യമായി പൂക്കൃഷിയിലൂടെ 500 കിലോ ഇന്ന് പറയക്കടവിലുള്ള രാമകൃഷ്ണൻ സാറ് പറിച്ചെടുക്കുന്ന ഫ്ലവറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ എന്ന് പറയുന്നത്. ഏകദേശം 1 ഏക്കറിൽ നിന്ന് 3.5 ടൺ നെൽകൃഷി ഉൽപ്പാദിപ്പിക്കുന്ന ജെയിംസ് സാറ്, തൃശ്ശൂരിലെ ജെയിംസ് സാർ ഉപയോഗിക്കുന്ന, ഈ വർഷം ഏകദേശം 60-ലധികം ഏക്കറിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിപ്പിക്കുന്ന ജെയിംസ് സാർ ഉപയോഗിക്കുന്ന ഉൽപ്പന്നമാണ് നമ്മുടെ നെറ്റ്സർഫിൻ എന്ന് പറയുന്നത്. ഏകദേശം 50-ലധികം ക്രോപ്പുകളിലേക്ക് 16 ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്ക് ഉപയോഗിക്കുന്ന PK ജോസ് സാർ ഉപയോഗിക്കുന്ന, കഴിഞ്ഞ 2 വർഷമായിട്ട് ഉപയോഗിക്കുന്ന, കർഷകന്റെ അവാർഡ് നേടിയ ജോസ് സാർ ഉപയോഗിക്കുന്ന ഉൽപ്പന്നമാണ് നെറ്റ്സർഫിന്റെ ലിക്വിഡ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തുടർച്ചയായിട്ട് സസ്യങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഇതിലൂടെ കർഷകരിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് നോക്കാം, മണ്ണിരകളുടെ സാന്നിധ്യം നമുക്ക് കാണാം. അതുപോലെ തന്നെ പച്ചക്കറികൾക്ക് ഇത് കവുങ്ങിന് ഉപയോഗിച്ചതാണ്. 21 മുതൽ ഉപയോഗിക്കുന്ന ചുള്ളിക്കരയിലെ ബെന്നിച്ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ 3 വർഷക്കാലമായി മഞ്ഞളിപ്പ് വന്ന് മണ്ണിരകൾ ഉണ്ടായിരുന്ന മണ്ണിലേക്ക് ഉപയോഗിച്ച് ജോസഫ് മാഷ് കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ, പച്ചക്കറികൾക്ക് ഹരിസാർ ഉപയോഗിച്ച് കഴിഞ്ഞ് റിസൾട്ട് ഉണ്ടാകുമ്പോൾ, കുമ്മായം ഉപയോഗിക്കുമ്പോൾ മണ്ണിരകളും അതുപോലെ തന്നെ സൂക്ഷ്മജീവികൾ നശിക്കുന്നു എന്ന് തെളിവ് സഹിതം നമുക്ക് കാണിച്ചു തരുവാൻ ഇന്ന് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കർഷകരുള്ളപ്പോൾ, കുരുമുളകിന് 1 കിൻഡൽ പോലും കിട്ടാതിരുന്ന കുരുമുളകിന് 700 കാലിൽ നിന്നും ഏകദേശം 7 കിൻഡലധികം വരുന്ന കുരുമുളക് പറിച്ചെടുത്ത രതീഷ് സാറിന്റെ അരവഞ്ചാലിന്റെ തോട്ടം നമുക്ക് മുന്നിൽ ഉദാഹരണമായിട്ടുണ്ടാകുമ്പോൾ, മഞ്ഞളിപ്പ് മാറി പച്ചപ്പിലേക്ക് മാറിയ, ഇത് ഉപയോഗിക്കാത്തതും ഉപയോഗിച്ചതുമായ ഒരു തോട്ടത്തിലെ റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. പച്ചപ്പിലേക്ക് എത്തിയ ഇരിട്ടിയിലെ ജോസ് സാറിന്റെ 16 ഏക്കറിലധികം വരുന്ന തോട്ടം നമുക്ക് ഉദാഹരണത്തിന് മുന്നിൽ കാണിക്കാനുള്ളപ്പോൾ, വീടിനുള്ളിൽ പോലും സ്റ്റിംറിച്ച് എന്ന് പറയുന്ന ഉൽപ്പന്നത്തെ മാത്രം സ്പ്രേ ചെയ്ത് വന്ന റിസൾട്ട് നമുക്ക് എത്തിച്ചു തന്ന കുശാൽ നഗറിലുള്ള ബീന ടീച്ചർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, നെൽകൃഷിയിലൂടെ വളരെയധികം റിസൾട്ട് കൊയ്ത ഓടാകൽ പാടശേഖരത്തിലെ സെക്രട്ടറി സണ്ണി സാർ നമ്മുടെ കൂടെ ഇതിന് ഉള്ളപ്പോൾ, പച്ചക്കറിയിൽ മലപ്പുറത്തെ ഷാജി സാർ ഉള്ളപ്പോൾ, കവുങ്ങ് കൃഷിയിൽ പ്രിയപ്പെട്ട മെജോ സാർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, നെൽകൃഷിയിൽ ഇരിട്ടിയിലെ പ്രിയപ്പെട്ട ജെയിംസ് സാർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, തീർച്ചയായിട്ടും നമുക്ക് ചെറുപുഴയിലെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്ന ജോസ് സാർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, തീർച്ചയായിട്ടും നെറ്റ്സർഫ് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് കാർഷിക മേഖലയിലേക്ക് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നേറുകയാണ്. ഇത്രയുമാണ് നമ്മുടെ വളപ്രയോഗമായിട്ട് ഉപയോഗിക്കുന്ന NPK, ഷേത്ത്, സ്റ്റിംറിച്ച് തുടങ്ങിയ മൂലകങ്ങൾക്ക് വേണ്ടിയിട്ടും വളപ്രയോഗവും സൂക്ഷ്മ മൂലകങ്ങൾക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം ഗ്രോത്ത് പ്രൊമോട്ടറായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ 5 ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഈ 5 ഉൽപ്പന്നങ്ങളും നമ്മൾ ഒരേ അനുപാതത്തിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് സസ്യത്തിന് വലിപ്പത്തിനനുസരിച്ചാണ് ഉപയോഗിക്കേണ്ടത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ സസ്യത്തിനും അതിന്റെ വളർച്ചയ്ക്കനുസരിച്ച് ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ കെമിക്കൽ ഉപയോഗിച്ച ഡ്രം, സ്പ്രേയർ തുടങ്ങിയ സംവിധാനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ നമുക്ക് മണ്ണിലേക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചു കൊടുക്കണം തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്രയുമാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ വളപ്രയോഗമായിട്ട് ഉപയോഗിക്കുന്ന ഘടകങ്ങൾ. ബാക്കിയുള്ളത് നമ്മുടെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇത് 3 ദിവസം പോലും എടുത്തു കഴിഞ്ഞാൽ തീരാത്തത്ര ടോപ്പിക് ഉള്ളതാണ്. അതാണ് നമ്മൾ അരമണിക്കൂർ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ അടുത്തതാണ് ബയോനിന്ത്യൻ ആക്റ്റീവ് ഗമ്മഡ് സ്പ്രെഡർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇത് സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ കീടപ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ഇൻടാക്ട് ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഇത് കണ്ണിൽ കാണുന്ന എല്ലാ കീടങ്ങളെയും പ്രതിരോധിക്കാം, ഉറുമ്പിനെ പോലും പ്രതിരോധിക്കാം, വെള്ളീച്ചകളെ പ്രതിരോധിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വൈറസിനെയും ബാക്ടീരിയകളെ ഫംഗലിനെയും മാറ്റിയിരുത്താൻ വേണ്ടിയുള്ള റാപ്പപ്പ് എന്ന് പറഞ്ഞ അതിനൂതന നാനോ സാങ്കേതിക വിദ്യ നമ്മുടെ മുന്നിലുണ്ട്. അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മുടെ കളനാശിനിക്ക് ഉപയോഗിക്കുന്ന എൻകൗണ്ടർ എന്ന് പറയുന്ന ഉൽപ്പന്നമുണ്ട്. അതുപോലെ തന്നെ പശുക്കൾക്ക് പക്ഷി മൃഗാദികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന 32ലധികം വിറ്റമിൻസും പ്രോട്ടീൻസ്, എൻസൈംസ്, ഹെർബ്സ്, പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും മിനറൽസ് ആൻഡ് ട്രേസ് എലമെന്റ്സും ന്യൂട്രിയൻസും എല്ലാം അടങ്ങിയ CFC എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങളും പശുക്കൾക്കും ഗോട്ടിനും അതുപോലെ തന്നെ മറ്റ് കുതിരകൾക്കും എല്ലാ പക്ഷി മൃഗാദികൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന CFC പ്ലസ് പെറ്റ് എന്നിവ, അതുപോലെ പശുക്കളുടെ
ആന്റി ഫംഗൽ ആയിട്ടുള്ള ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഷാംപൂ തുടങ്ങിയവയൊക്കെ നമ്മുടെ കർഷകർക്ക് ഇന്ന് ക്ഷീര കാർഷിക മേഖലയിൽ പോലും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ തന്നെ ഫിഷ് ഫാമിങ്ങിന് വേണ്ടി, ഓർഗാനിക് ഫിഷ് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വെള്ളം ക്ലിയർ ചെയ്യാനുള്ള അക്വാ ക്ലിയർ വെള്ളം, അതുപോലെ തന്നെ പിന്നെ വെള്ളത്തിന്റെ പി എച്ച് ലെവൽ, മണ്ണിന്റെ പി എച്ച് ലെവൽ പോലെ തന്നെ വെള്ളത്തിന്റെ പി എച്ച് ലെവൽ കണ്ടുള്ള അക്വാ കൾച്ചർ, അതുപോലെ തന്നെ അക്വാ ഫീഡ്, സസ്യത്തിനെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഫീഡ് സപ്ലിമെന്റ്, ജൈവ ഫീഡ് സപ്ലിമെന്റ്, അക്വാ ഫീഡ് തുടങ്ങിയ വരുന്ന ഇത്രയും ഭൂമിയിലുള്ള സർവ്വ വിളകൾക്കും കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന, പക്ഷി മൃഗാദികൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യ, ജൈവ കൃഷിയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളെയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. വരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും, നമുക്കറിയാം ഇന്ന് രോഗബാധിതരായി മാറുന്ന ഒരു മനുഷ്യ സമൂഹമായി നാമെല്ലാം, ജനിക്കുന്ന കുട്ടിക്ക് പോലും 1 കോടിയിലധികം വരുന്ന വാക്സിനുകളിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാം എല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എൻഡോസൾഫാന്റെ ജീവിക്കുന്ന രക്തസാക്ഷികളായി നമുക്ക് മുന്നിലേക്ക് ഇന്ന് പല മനുഷ്യ ജീവിതങ്ങളും മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും വലിയ ഒരു മാറ്റങ്ങൾക്ക്, ജൈവ കാർഷിക മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, ജൈവ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൈകോർക്കലായി നമുക്ക് ഇതിനെ കാണാം. നിങ്ങൾ ഇത് ഉപയോഗിക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ഇത് ഉപയോഗിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പച്ചക്കറികൾക്കാണെങ്കിൽ 15 മുതൽ 30 ദിവസം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ വേണ്ടി സാധിക്കും. മറ്റ് വലിയ വിളകൾക്കും ചെറിയ വിളകൾക്കും അതിന്റെ ആനുപാതികമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നത് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട്, വലിയൊരു മാറ്റത്തിന് വേണ്ടി, ജൈവ കാർഷിക മേഖലയിലെ വലിയൊരു മാറ്റത്തിന് വേണ്ടി നമുക്ക് ഒന്നായി പ്രവർത്തിക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, കുഞ്ഞുണ്ണി മാഷിന്റെ ആപ്തവാക്യം നമ്മൾക്ക് മുന്നിലേക്ക് ഒന്നുകൂടി ഇട്ടുകൊണ്ട്, ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി എന്ന് നമുക്ക് മനസ്സിൽ മുറുകെ പിടിച്ചുകൊണ്ട്, വരുന്ന തലമുറയ്ക്ക്, ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം. മണ്ണിനെ തിരിച്ചെടുക്കാൻ, മനുഷ്യനെ തിരിച്ചെടുക്കാൻ, മണ്ണിലെ മൂലകങ്ങളെ തിരിച്ചെടുക്കാൻ, മണ്ണിരകളെ തിരിച്ചെടുക്കുവാൻ, കർഷകന്റെ മിത്രത്തെ തിരിച്ചെടുക്കുവാൻ വേണ്ടി നമുക്ക് കൈകോർക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്റെ നമ്പർ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ആ നമ്പർ നിങ്ങൾക്ക് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗ്രൂപ്പിൽ ആഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളെ ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. ഒരു 10 മിനിറ്റിന് വേണ്ടിയിട്ടുള്ള സമയം, 8:40 നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്പർ വരുന്നത് 8547666622 എന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്തുകൊണ്ട് ചോദിക്കാം, ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു 5 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഏകദേശം 1000-ലധികം വരുന്ന കർഷകർക്ക് കേരള, കർണാടക, തമിഴ്നാട് പ്രദേശങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് നൽകിയിട്ടുണ്ട്. ബാക്കി മറ്റ് ടീമുകളെല്ലാം നൽകിയിട്ടുണ്ട്. അത്രയ്ക്കും ഉപയോഗിച്ച് അവരെല്ലാം തന്നെ ഇന്നും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എന്നെ പോലുള്ള യുവാക്കളെ ഇതിൽ പിടിച്ചു ചേർത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ആർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. ഇതിൽ ആരെങ്കിലും ഉപയോഗിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം. കേൾക്കാനുണ്ടോ സാർ? ഒന്ന് പേരും സ്ഥലവും ഒന്ന് പറഞ്ഞിട്ട് പറഞ്ഞോളൂ സാർ. മുരളീധരൻ, ചങ്ങരംകുളം. ഓക്കെ സാർ, പറയൂ. ഞാൻ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ, ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഈ പരിപാടി കാണാറുണ്ടെന്ന് മാത്രം. ഉപയോഗിക്കണം. മറ്റു യാതൊരു വളങ്ങളും ചെയ്യേണ്ട കാര്യമില്ല? വേണ്ട വേണ്ട, ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതിൽ സസ്യത്തിന് ആവശ്യമായ മൂലകങ്ങൾക്ക് വേണ്ടി NPK നമ്മൾ കൊടുക്കുന്ന ഒന്നാണല്ലോ, അതിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ സൂക്ഷ്മ മൂലകങ്ങൾ. അത് വളപ്രയം 5 ടൺ കാലിവളത്തിന് മിശ്രിതത്തിന് ബാക്ടീരിയകൾക്ക് തുല്യമായിട്ടുള്ള മിശ്രിതം നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി ഉണ്ട്. അങ്ങനെ എല്ലാ ഘടകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വേറെ വളപ്രയോഗങ്ങൾ ഒന്നും ചെയ്യാതെ നമുക്ക് ഇത് ഉപയോഗിക്കാം. ചെയ്യേണ്ട കാര്യമില്ല അല്ലേ? പിന്നെ ഇത് ഏത് സീസണിലാണ് ഇത് സീസൺ ഒന്നുമില്ല. നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഏത് സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ മണ്ണിൽ ഈർപ്പം ഉണ്ടായിരിക്കണം. ബാക്ടീരിയകൾക്ക് മണ്ണിൽ ഈർപ്പം എപ്പോഴും ഉണ്ടായിരിക്കണം. മീൻസ് ഉപയോഗിക്കുന്ന സമയത്ത്, അല്ലാതെ അല്ല, ഉപയോഗിക്കുന്ന സമയത്ത്. ഈ വർഷക്കാലങ്ങളിൽ തെങ്ങിന്റെ കടയൊക്കെ നമ്മൾ ഇറക്കുമല്ലോ, കടയൊക്കെ നമ്മൾ ഈ കടയൊക്കെ ഒരു പക്ഷേ നമുക്ക് പിന്നെ ഒഴിവാക്കുന്നത്, മാറ്റാൻ, ഈ പണിയെടുപ്പിക്കുന്ന ലേബർ കോസ്റ്റ് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. ഞാൻ ഉദാഹരണത്തിന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് നമ്മുടെ കൈ മുറിഞ്ഞു, ഒരു മനുഷ്യനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ കൈ മുറിഞ്ഞു, അപ്പൊ എന്താണ് സംഭവിക്കുക? നമുക്ക് വേദന എടുക്കും അല്ലേ?
നമ്മളൊരു സസ്യത്തിന്റെ വേര് മുറിച്ചു മാറ്റുക എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു വേദന നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ചിലപ്പോ വേറെ യാതൊരു പ്രവൃത്തി ചെയ്യണ്ട, ഇത് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. വയക്കി ഒന്ന് ഇതാക്കുക, ഇത് മണ്ണിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അത് ശരി. ഇത് എത്ര ദിവസം കൊണ്ട്, എത്ര മാസം കൊണ്ട് ഇതിന്റെ എഫക്ട് അറിയാൻ കഴിയും? നമ്മൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സസ്യത്തിന് അനുസരിച്ചാണ്. റബ്ബറിനൊക്കെ ആണെങ്കിൽ നമുക്ക് 1 മാസം കൊണ്ട് അറിയാൻ വേണ്ടി പറ്റും. മറ്റ് തെങ്ങ് പച്ചക്കറി ആണെങ്കിൽ ഒരു 15 മുതൽ 30 ദിവസം കൊണ്ട് അറിയാൻ വേണ്ടി പറ്റും. തെങ്ങിന് കവുങ്ങൊക്കെ ആണെങ്കിൽ തെങ്ങിന് 1 വർഷം മിനിമം യൂസ് ചെയ്യണം. പക്ഷെ ചെറിയ ക്രോപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 3 മാസം കൊണ്ട് തന്നെ അറിയാൻ വേണ്ടി പറ്റും. അത് ഏതാണ് വിള അതിനനുസരിച്ചിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇത് നമ്മൾ എങ്ങനെ ഇത് പർച്ചേസ് ചെയ്യാതെ, എവിടെ ഇതിന്റെ സെയിൽ അത് പോയിന്റ്? എന്നെ ഞാനായിട്ട് കോൺടാക്ട് ചെയ്താൽ എന്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. സാറിന്റെ കൊറിയറിലേക്കാണ് അയച്ചു തരിക. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയറിലേക്ക് അയച്ചു തരും. ഇതിന്റെ എമൗണ്ട് വരുന്ന 4695 അത് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ഡിസ്കൗണ്ട് വരും. അത് ഡിസ്കൗണ്ടിനനുസരിച്ചാണ് പ്രൊഡക്റ്റ്. അത് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ഉണ്ട്, ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം, കർഷകരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കാം, യൂട്യൂബിൽ ലിങ്ക് തരാം. കർഷകരുടെ നമ്പർ 4 വർഷം 5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന കർഷകരുണ്ട്. അവരുമായിട്ട് സംവദിക്കാം, അവരുമായിട്ട് സംസാരിക്കാം, എന്നിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. കാരണം നമുക്ക് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ക്രോപ്പ് ആണെങ്കിലും അത് ഉപയോഗിച്ച ആൾക്കാരുമായിട്ട് സംവദിച്ച് അതിന്റെ അനുഭവങ്ങൾ മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഒരുക്കി തരുന്നു എന്നുള്ളതാണ്. ഓക്കെ. കാരണം അത്രയും ഗ്യാരണ്ടി ആയതുകൊണ്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് കാരണം നമ്മളെ പോലുള്ളവർ കാർഷിക മേഖലയിലേക്ക് വന്നു കഴിയുമ്പോൾ അതിന് മറ്റുള്ളവർക്ക് ഒരു ഗുണം കിട്ടുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് നമ്മളൊക്കെ ഇതിൽ നിൽക്കുന്നത്. നമ്മളത് സോഷ്യലായിട്ട് ഇടപെടുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പൊ മറ്റുള്ളവർക്ക് ഗുണം ലഭിക്കുക. കഴിഞ്ഞ 5 വർഷക്കാലമായി ഒരേ വളപ്രയോഗം ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ച് സാർ ഒന്ന് സങ്കല്പിക്കും. സാറ് കാർഷിക മേഖല ഉണ്ടെങ്കിൽ ഒരേ വളപ്രയോഗമാണോ സാർ കഴിഞ്ഞ 5 വർഷമായിട്ട് ചെയ്യുന്നത്? അല്ലല്ലോ. പല വളപ്രയോഗങ്ങളായിരിക്കും 100%. പക്ഷെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് 4 വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്നു എന്നത് മാത്രമല്ല, അതിലുപരി ആ മണ്ണിന്റെ ഘടനയിൽ pH ലെവലിന് പോലും മണ്ണ് പരിശോധിപ്പിക്കുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇതിൽ പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് എത്ര തോട്ടം ഉണ്ടെങ്കിലും ഉപയോഗിക്കാത്ത വ്യക്തികളാണ് നമ്മൾ പറയും കംപ്ലീറ്റ് ഉപയോഗിച്ചു. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഭാഗം ഉപയോഗിച്ച് നോക്കുക. മറ്റു വളങ്ങൾ ഏത് വളങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ മറ്റു ഭാഗത്ത് ഉപയോഗിച്ച് നോക്കിക്കോളൂ. വേണമെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു ചെക്ക് ലീഫ് കൂടെ ഞാൻ ഒപ്പിട്ടിട്ട് അതിന്റെ കൂടുതൽ അയക്കാം. നിങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടില്ല, നമ്മൾ ഉപയോഗിക്കുന്ന പ്രകാരം വന്നിട്ടില്ല എന്നത് നിങ്ങൾക്ക് അത് ഒപ്പിട്ടിട്ട് നിങ്ങൾക്ക് എടുക്കാം. അത്രയ്ക്ക് ഗ്യാരണ്ടി എനിക്ക് തരാൻ വേണ്ടി പറ്റും. കാരണം അത്രയ്ക്കും റിസൾട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. കാരണം ഇതിൽ ഉപയോഗിച്ച ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം പേര് ഇതിൽ പല പേരിലാണ് ഉള്ളത്, അതുകൊണ്ടാണേ. സോമൻ സാർ ഉണ്ടല്ലോ, സോമൻ സാർ. ഒരു ബെന്നിച്ചൻ സാർ ഉണ്ടല്ലോ, ബെന്നിച്ചൻ മടത്തിനകം. നമസ്കാരം. സോമൻ സാർ തൃശ്ശൂർ മേഖലയില്ല. തൃശ്ശൂരിലെ ആൾക്കാർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ സോമൻ സാറായിട്ട് ബന്ധപ്പെടാം. തൃശ്ശൂര്, അതുപോലെ തന്നെ എറണാകുളം, കോഴിക്കോട് മേഖലയിലൊക്കെ സോമൻ സാർ അതിന്റെ ഓൾ കേരള ചെയ്യുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സോമൻ സാറായിട്ട് ബന്ധപ്പെടാം. സാറിന്റെ നമ്പർ ഒന്ന് പറഞ്ഞോളൂ സാറേ, ഒന്ന് ടൈപ്പ് ചെയ്തിടാം ഇവിടെ. സാറാ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓ കേൾക്കുന്നുണ്ട് സാറേ. തൊണ്ണൂറ്റിയേഴ് നമ്പർ പറഞ്ഞോളൂ. 89 43 50 67 98. ഒന്ന് നോട്ട് ചെയ്തോളൂ. 89 43 50 67 98. ഒരു നമ്പർ മതി അല്ലേ സാറേ? മതി അത് പറയാം. ആർക്കെങ്കിലും നോട്ട് ചെയ്യാം. തൃശ്ശൂർ മേഖലയിലോ അല്ലെങ്കിൽ മറ്റു മേഖലയിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. സോമൻ സാറൊക്കെ 2-3 വർഷമായിട്ട് ഈ ഒരു ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതും അതിന് റിസൾട്ട് കിട്ടിയ ഒരു വ്യക്തി കൂടിയാണ്. ഇന്ന് തൃശ്ശൂർ അതുപോലെ കേരളം മുഴുവൻ അത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. കാരണം ഇതിൽ അത്തരത്തിലൊരു ഓപ്ഷനും കൂടി ഇതിലുണ്ട്. കാരണം നമ്മൾ ആദ്യം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാനിപ്പോ കൊടുങ്ങല്ലൂര് പോയിട്ട് ഒരു സാറായിട്ട് ബന്ധപ്പെട്ടപ്പോ 2 കൊല്ലമായിട്ട് നല്ലൊരു മാറ്റങ്ങളാണ് അവിടെ കൃഷിയിടത്തില്. ആ സാറിന്റെ പേര് സിദ്ദിഖ്.
അപ്പൊ ഞാൻ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നമ്പറിൽ വിളിച്ചതാണ്. അങ്ങനെ പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആള് പറയുന്നത്, സാറേ ഞാൻ 2 കൊല്ലമായിട്ട് ആളുടെ കൃഷിയിടത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതും. അങ്ങനെ ഞാനത് ചെന്ന് നോക്കിയപ്പോ ആ പറമ്പിൽ കണ്ട അതായത് അപ്പുറത്തെ പറമ്പും ഇപ്പുറത്തെ ആളുടെ പറമ്പൊക്കെ ആയിട്ട് ഞങ്ങൾ ഒന്ന് താരതമ്യം ചെയ്തപ്പോ ഇപ്പുറത്തെ കവുങ്ങുകള്, അടയ്ക്കാര തൈകള് കാണണം, വളരെയധികം മാറ്റങ്ങളാ. നല്ല നല്ല പച്ചപ്പും. ആളിപ്പോ അടയ്ക്ക പറിച്ചത് തന്നെ ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യം കണ്ട് അടയ്ക്ക പറിക്കല് കഴിഞ്ഞു എന്നാ പറഞ്ഞത്. അത്രയ്ക്കും ഗ്രോത്താണ് കാണിക്കുന്നത്. എന്നാ അപ്പുറത്തെ പറമ്പിലൊക്കെ ഒരു മഞ്ഞളിപ്പ്, അങ്ങനെ ഉള്ള ഒരു വളരെ ഒരു ജീവനില്ലാത്ത ഒരു അവസ്ഥയിലാണ് മറ്റുള്ള കവുങ്ങുകളൊക്കെ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ ആളായിട്ട് ഒരു യൂട്യൂബും ആളുടെ ഇതൊക്കെ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് അടുത്ത ആഴ്ച എന്റെ ഒന്ന് പോണം എന്നാണ് മനസ്സിൽ പ്ലാൻ ചെയ്തേക്കുന്നത്. ഓക്കെ സാറേ, താങ്ക് യു. ഓക്കെ. ഇതിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് മറ്റു വളങ്ങൾ ഉപയോഗിക്കുക, അപ്പൊ ഇതിന്റെ ജൈവാംശങ്ങൾ നമ്മൾ വീണ്ടും നഷ്ടപ്പെട്ടു പോകും. അപ്പൊ കൃത്യമായിട്ട് ഉപയോഗിക്കുക, അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റുമായിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. കാരണം പല വളപ്രയോഗം ചെയ്യുന്നവരല്ലേ, നമുക്കൊരു ഗുണം കിട്ടിയാലോ. നമ്മൾ ഇത്രയും നാളും വളപ്രയോഗം ചെയ്തിട്ട് നമുക്ക് ദോഷം അല്ലെങ്കിൽ സസ്യത്തിന് കൂടുതലായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുമൊക്കെയാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് ഒന്ന് രക്ഷപ്പെടുത്തി എടുത്താലോ. എത്രയോ കൊടുക്കുന്നതല്ലേ, ഒന്ന് ഇത് കൊടുക്കാൻ ഒന്ന് വില്ലിങ് ആവും. നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാം എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി വേറെ ആർക്കും ചോദിക്കാനില്ലെങ്കിൽ ബാക്കി വാട്സപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും പുതിയ ഒരു മീറ്റിംഗിലേക്ക് അടുത്ത ആഴ്ച കാണാം. താങ്ക് യു വെരി മച്ച്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാൻ താങ്ക് യു. താങ്ക് യു സാർ.